2015 ആർച്ചൽ ബാബുവിനെയും അതേപോലെ വിദ്യാധ്യക്ഷ പദം അല്ലെങ്കിൽ വിജയനെയും ഒക്കെ നേതൃത്വത്തിൽ ബുദ്ധ മതത്തെക്കുറിച്ചും അതിൻ്റെ ആശയത്തെക്കുറിച്ചും നമ്മൾ ഇന്നലകളിൽ പുസ്തകങ്ങളിലൂടെയാണ് പലരും എഴുതിയ പുസ്തകങ്ങളിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞതിനപ്പുറം അതിൻ്റെ ആശയങ്ങൾ യഥാർത്ഥമായി അവതരിപ്പിക്കേണ്ട അതിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് ബുദ്ധഭിക്ഷുക്കൾ തന്നെയാണ്. ആ ബുദ്ധഭിക്ഷുക്കളെ തേടിയെത്തുന്നതുമായി ബന്ധപ്പെട്ട് എയിംബസ് എന്നൊരു ഓർഗനൈസേഷൻ അതിൻ്റെ സംഘാടകർ ചങ്ങനാശ്ശേരിയിൽ വരികയും അവിടെ വെച്ച് പരിചയപ്പെടുകയും അത് പിന്നീട് നമ്മുടെ തെക്കൻ കേരളത്തിൽ അതിശക്തമായി വേരോട്ടമുണ്ടാക്കുകയും അതിൻ്റെ ഫലമായി നമുക്ക് ബുദ്ധൻ പറയുന്നത് പോലെ എല്ലാത്തിനോടും നമുക്ക് നന്ദി ഉണ്ടാകും. ഇവിടെ നമ്മൾ ഓർക്കുന്നത് വിനയരഹിത വന്ദേജിയാണ്. കാരണം എയിംബസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു സംഘാടകൻ വഴി CJ കൃഷ്ണൻ എന്ന് പറയുന്ന സംഘാടകൻ വഴി അവിടേക്ക് എത്തപ്പെടുവാനുള്ള ഒരു പാത തുറന്നു വന്നപ്പോൾ ഏതാണ്ട് കേരളത്തിൽ നിന്ന് 6-7 പേരാണ് അവിടെ പങ്കെടുത്തത്. അതിൽ ഇന്ന് ലോകത്തിന് കേരളത്തിന് വിഷുവിനെ സംഭാവന ചെയ്ത ഈ നാടിന് സംഭാവന ചെയ്ത ആർച്ചൽ ബാബു അടക്കം വിനയരഹിത വന്ദേജിയുടെ അടുത്ത് പോയി 7 ദിവസം നിൽക്കുകയും അവിടെ വെച്ചാണ് നമുക്കറിയാം ഇന്ന് വലിയ മാർക്കറ്റ് ചെയ്യുന്ന മോട്ടിവേഷൻ ട്രെയിനർമാരടക്കമുള്ള ആൾക്കാർ അവരുടെ അവരിലേക്ക് ഇന്നലകളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന മതത്തിന്റെ പേരിലുള്ള മത പുരോഹിതന്മാർ ആത്മീയ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നിടത്തേക്ക് നമ്മുടെ മനസ്സിലെ വേദനകൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി കടന്നു പോകുന്ന ഒരു കാലം നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് പഠിച്ച പടി വന്നിട്ടും ഈ പറയുന്ന മോട്ടിവേഷണൽ ട്രെയിനർമാർ ശ്രമിച്ചിട്ടും മനുഷ്യനെ പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവൻ്റെ മനസ്സിപ്പോഴും കുരങ്ങിൻ്റെ അവസ്ഥയാണ്. കുറച്ച് ദിവസം അത് നമ്മുടെ മനസ്സിൽ നിൽക്കും, പിന്നീട് ഇതെല്ലാം മറക്കും. അവിടെയാണ് വിനയരഹിത വന്ദേജിയുടെ പ്യൂരിഫിക്കേഷൻ ടെക്നിക്ക്, അതായത് മനസ്സിലെ മാലിന്യങ്ങൾ നീക്കാതെ നമ്മൾ എന്തൊക്കെ പഠിച്ചാലും അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുകയില്ല. അങ്ങനെ മനസ്സിന്റെ മാലിന്യം എന്താണെന്ന് നമ്മുടെ ബുദ്ധഭിക്ഷുക്കൾ ഇവിടെ കുറച്ചു മുമ്പ് അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ അങ്ങനെ മനസ്സിലെ മാലിന്യങ്ങൾ എന്ന് പറയുന്ന നീക്കം ചെയ്തുകൊണ്ട് പഞ്ചശീലങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മാത്രമേ പരിഹാരമുണ്ടാക്കുവാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ബുദ്ധദർശനത്തെ ഫോളോ ചെയ്യുന്ന നിരവധി ആൾക്കാർ കേരളത്തിലുമുണ്ട്. നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായ ആൾക്കാർ. അവരൊക്കെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഭിക്ഷുക്കളുടെ അടുത്ത് പോയിട്ടാണ് മനസ്സിന്റെ സയൻസിന്റെ മനസ്സിന്റെ പ്രക്രിയ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർക്ക് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വന്ന് പല മോട്ടിവേഷൻ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുള്ള വലിയ സമ്പത്താണ് ബുദ്ധദർശനം എന്ന് പറയുന്നത്. ആ ബുദ്ധദർശനത്തെ ആഴത്തിൽ മനസ്സിലാക്കുകയും അത് പ്രായോഗിക ജീവിതത്തിൽ നടപ്പാക്കുവാൻ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിനെ നമ്മുടെ പരിധിക്ക് കൊണ്ടുവരുവാനും നമ്മളിലേക്ക് തന്നെ നമ്മൾക്ക് തിരിഞ്ഞു നോക്കുവാനും നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പരിഹാരം കാണുവാനും നമുക്ക് കഴിയുകയുള്ളൂ. ആ നിലയ്ക്ക് ബുദ്ധദർശനത്തിന് വലിയ ആഴമുണ്ട്. വലിയ വലിയ മാറ്റങ്ങൾക്ക് നമ്മളെ പ്രാപ്തമാക്കുവാൻ കഴിയുമെന്നുള്ളത് പഠനങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. തീർച്ചയായിട്ടും കേരളത്തിലൊരു ഉയർത്തെഴുന്നേൽപ്പ് ഈ പറഞ്ഞ
7 പേര് അവിടെ ചെല്ലുമ്പോൾ വിജയരഹിതവന്തി ചോദിച്ചത് നിങ്ങൾ കേരളത്തിൽ ചെന്നിട്ട് എന്ത് കാണിക്കാനാണ്, എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മുന്നിൽ ഉത്തരം ആധികാരികമായി പറയാനില്ല എങ്കിൽ പോലും പിന്നീട് കേരളത്തിൽ വലിയൊരു ചലനം ഉണ്ടാക്കുവാനും കേരളത്തിന്റെ എല്ലാ മേഖലകളിലും തെരുവുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും മനുഷ്യരിലേക്കും എത്തപ്പെടുവാനും കഴിയുന്ന, സ്വതന്ത്രമായി എത്തപ്പെടുവാൻ കഴിയുന്ന, നമ്മുടെ മുൻവിധികൾക്കപ്പുറത്തേക്ക് നമുക്ക് ഈ ആശയത്തെ കൊണ്ട് എത്തിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് നമുക്ക് മാറുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു തുടക്കമെന്ന് പറയുന്നത്. അതിന്റെ ഒരു വേദി, അതിന്റെ ഒരു ഘട്ടത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലൂടെ ഗ്രാമങ്ങളിലെ മനുഷ്യരെ കണ്ടുകൊണ്ട്, ഗ്രാമങ്ങളിലെ മറ്റ് ജീവജാലങ്ങളെ കണ്ടുകൊണ്ട് ബുദ്ധഭിക്ഷുക്കൾ കടന്നു വരികയും അതോടൊപ്പം നമ്മൾ അവരോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ട് ബുദ്ധനോടൊപ്പം നമ്മൾ എങ്ങനെയാണോ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ സഞ്ചരിച്ചത് എന്ന പോലെ തന്നെ നമ്മൾ മുന്നിൽ വന്നിരിക്കുന്ന ഭിക്ഷുക്കളോടൊപ്പം നമ്മൾ സഞ്ചരിക്കുവാനും അവരുടെ പാത പിന്തുടരുവാനും കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ന് കാണുന്ന അധാർമികമായ അശാന്തി നിറഞ്ഞ ഈ സമൂഹത്തെയും ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന, എല്ലാവരോടും നന്ദിയുള്ള, എല്ലാവരോടും കടപ്പാടുള്ള, എല്ലാവരെയും മാറ്റത്തിന് വിധേയമാക്കാൻ കഴിയുന്ന ഒരു ചാലക ശക്തിയായിട്ട് നമ്മുടെ മുന്നേറ്റത്തിന് പോകുവാൻ കഴിയുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇവിടെ ഈ വേദി ഒരുക്കുകയും ബുദ്ധഭിക്ഷുക്കളെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്ത ഗ്രാമവാസികൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ നൽകുന്നു. ജയ് ഭീം, നമോ ബുദ്ധായ.